ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഗ്ലോ അപ്പ് വിത്ത് സാൻഡി. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഹെയർ കെയർ ചാലഞ്ച് ഡേ 69 ആണ്. ഓക്കെ, ഇന്നത്തെ ഒരു വീഡിയോയിൽ ചെയ്യേണ്ടത് കറ്റാർവാഴ ജെല്ല്, അതും മുള്ളും തൊലിയൊക്കെ മാറ്റിയിട്ട് സ്കാൽപ്പിൽ നല്ലോണം മസാജ് ചെയ്ത് വിടുകയാണ്. ഓക്കെ, 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഹെയർ വാഷ് ചെയ്ത് എടുക്കാവുന്നതാണ്. കറ്റാർവാഴ മാച്ച് ആവാത്തവർ ചെറുള്ളിയുടെ നീരും എടുത്തിട്ട് കുറച്ച് കഞ്ഞിവെള്ളം അതെടുത്തിട്ട് നന്നായി സ്കാൽപ്പിലൊക്കെ മുടിയില്ലാത്തവിടെ, അതായത് നെറ്റി കയറുന്നവിടെ, നല്ല ഗ്യാപ്പുള്ളവിടെ, സ്കാൽപ്പിൽ എവിടെയും മുടി ഇല്ലാത്തവിടെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക. ആഴ്ചയിൽ ഒരു 3 തവണയെങ്കിലും ആ ഒരു സ്പ്രേ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. നൈറ്റ് ടൈം ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. ബിക്കോസ് എപ്പോഴും ലിക്വിഡ് ഐറ്റം പോലെ സ്പ്രേ പോലെ ഉപയോഗിച്ച് തുടങ്ങിയാൽ അത് നീരിറക്ക പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ്. ഓക്കെ, അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡേ ടൈം നിങ്ങൾ കുളിക്കുന്ന അരമണിക്കൂർ മുമ്പ് അത് നന്നായി സ്കാൽപ്പിൽ പടണ പോലെ അപ്ലൈ ചെയ്ത് വിട്ടിട്ട് 20 മിനിറ്റോളം വിട്ടിട്ട് ജസ്റ്റ് ഹെയർ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഉള്ളിയുടെ ഒരു സ്മെല്ല് പിടിക്കാത്തവർ കുറച്ച് മൈൽഡായിട്ടുള്ള ഷാമ്പു ഉപയോഗിച്ച് കെയർ ചെയ്തെടുക്കുക. ഓക്കെ, കണ്ടീഷണറായിട്ട് നിങ്ങൾക്ക് കഞ്ഞിവെള്ളത്തിൽ നിങ്ങൾക്ക് തല കഴുകി എടുക്കാവുന്നതാണ്, തലമുടി. പിന്നെ കഞ്ഞിവെള്ളം സൂട്ടാവാത്തവർ ഉലുവ വെള്ളം എടുക്കാവുന്നതാണ്. ഓക്കെ, രണ്ടും കണ്ടീഷണർ പോലെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഞങ്ങളുടെ മുടിയിൽ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് അഡീഷണലായിട്ട് ഒരു 4 കറിവേപ്പിലയുടെ ഇലകൾ എടുത്തിട്ട് ചവച്ചുകൊണ്ട് കഴിക്കാവുന്നതാണ്. അതായത് ഡേ ടൈം, മോർണിംഗ് ടൈമിൽ കഴിക്കാവുന്നതാണ്. എംപ്റ്റി സ്റ്റമക്കിൽ കഴിക്കണം. പിന്നെ നല്ലോണം വെള്ളം കുടിക്കുക. ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ ഇളം ചൂടുവെള്ളം കുടിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം ഇതാണ് ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾക്ക് അഡീഷണലായിട്ട് ഒരു സലാഡായിട്ട് കഴിക്കാവുന്നതാണ്. അതായത് കറുത്ത കടല ഉണ്ടല്ലോ, നമ്മൾ പുട്ടിനൊക്കെ ഉപയോഗിക്കുന്നത്, ആ കടല എടുത്തിട്ട് അതിൽ ഉള്ളി, ടൊമാറ്റോ, പെപ്പർ, ഉപ്പ്, അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാങ്ങ ഇടാം, ഇല്ലെങ്കിൽ കുക്കുംബർ ഇടാം. അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അത് ഈവനിങ് ടൈമിൽ നിങ്ങൾക്ക് ഒരു ബൗളായിട്ട് സോക്ക് ചെയ്തിട്ട് അത് കഴിക്കാവുന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ മുടിക്ക് പ്രോട്ടീൻസൊക്കെ കിട്ടും, വിറ്റാമിൻസൊക്കെ കിട്ടും. അതിലൂടെ മെല്ലെ മുടി വളർച്ച ആവാൻ തുടങ്ങുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുവാണെങ്കിൽ ഞാൻ പ്ലേ ലിസ്റ്റ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ, 90 ഡേയ്സ് ഹെയർ കെയർ ചാലഞ്ചിനെ പറ്റിയിട്ട് അതൊക്കെ പ്ലേ ലിസ്റ്റ് ഒന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ഹെയർ കെയറൊക്കെ ഒന്ന് ചെയ്തുകൊണ്ട് വരിക. ഓക്കെ, പിന്നെ ഒരു വീഡിയോയിൽ ഞാൻ ഒരുപാട് സാധനങ്ങൾ മിക്സ് ആൻഡ് മാച്ചായിട്ട് അങ്ങനെ ഒരു ഹെയർ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മുടിക്ക് തന്നെ അത് നേർ വിപരീതമായി മാറി, അതായത് നെഗറ്റീവായിട്ട് മാറി കേട്ടോ. ആ ഒരു ഹെയർ കെയർ അത് ഒഴിവാക്കുക. ഓക്കെ, ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട് അത് ഏത് ഡേ ആണ് നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, ബാക്കിയെല്ലാം നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇതിലൂടെ അഡീഷണലായിട്ട് നിങ്ങൾക്ക് ലെമൺ ജ്യൂസ് എടുക്കാം. പിന്നെ ധാരാളം വെള്ളം കുടിക്കാൻ ഞാൻ പറഞ്ഞതുപോലെ തന്നെ. പിന്നെ ഇത് ടെൻഡർ കോക്കനട്ട് വാട്ടർ, ഇളനീര് കുടിക്കാം, തേങ്ങയുടെ വെള്ളം കുടിക്കാം. അങ്ങനെ എന്തിൻ്റെയും വെള്ളം അത് കുടിക്കാവുന്നതാണ്. അത് പെരിഞ്ജീരകത്തിൻ്റെ വെള്ളം കുടിക്കാം, ചിയ സീഡ്സ് ഇട്ട വെള്ളം കുടിക്കാം, അങ്ങനെ ജീരകത്തിൻ്റെ വെള്ളം കുടിക്കാം, ഏതായാലും. പക്ഷെ ആ ലിക്വിഡായിട്ടുള്ളത് ഞങ്ങളുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ചെല്ലേണ്ടതുണ്ട്. ഓക്കെ, അപ്പം ധാരാളം ലിക്വിഡ് ഐറ്റംസ് എടുക്കേണ്ടതാണ്. പിന്നെ ഫ്രൂട്ട്സിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പൊമോഗ്രാനേറ്റോ ഗാവ അങ്ങനെ എടുക്കാവുന്നതാണ്.
നല്ലോണം വെള്ളം കുടിക്കുക. എന്ത് കഴിച്ചാലും നല്ലോണം വെള്ളം കുടിക്കുക. ഡീഹൈഡ്രേറ്റ് ആവാൻ പാടില്ല, ഡ്രൈനെസ് ഉണ്ടാവാൻ പാടില്ല സ്കിന്നിലും ഹെയറിലും. ഇതാണ് സൂക്ഷിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ആദ്യമായിട്ട് നിങ്ങൾ ഈ ചാനൽ കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കുക. പിന്നെ ബെല്ലൈക്കൺ അമർത്തുക. ഓക്കെ, എന്നിട്ട് ഞാൻ വീഡിയോസ് ഇടുമ്പോഴൊക്കെ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. പിന്നെ എല്ലാവർക്കും ഈ ഒരു ഹെയർ കെയർ ചാലഞ്ചൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, ഈ ഒരു വീഡിയോസ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.